ലോകകപ്പിൽ ടുണീഷ്യയും സ്വീഡനും തമ്മിൽ നടന്ന മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ സ്വീഡന്റെ യാസിൻ അയാരി ഗോൾ നേടിയതിനു ശേഷം അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്കൊന്നും നിന്നില്ല. പകരം അദ്ദേഹം ടുണീഷ്യൻ ആരാധകർക്ക് നേരെയും ടുണീഷ്യൻ ഫ്ലാഗിന് നേരെയും ജസ്റ്റ് ഒന്ന് കൈകൂപ്പി മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ വേരുകൾ ടുണീഷ്യയിൽ നിന്നാണുള്ളത്. അദ്ദേഹം ജനിച്ചത് സ്വീഡനിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ പുറത്തു നിന്നാണ്. അച്ഛൻ ടുണീഷ്യക്കാരനും അമ്മ മൊറോക്കോക്കാരിയുമാണ്. അപ്പം അദ്ദേഹത്തിന് വേരുകൾ മൊറോക്കോയിലും ടുണീഷ്യയിലും സ്വീഡനിലും ഉണ്ട്. ടുണീഷ്യയും മൊറോക്കോയും അദ്ദേഹത്തിനെ അവരുടെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. മൊറോക്കോ വിളിച്ചെന്നുള്ളത് ചിലപ്പം തള്ളിയതായിരിക്കും. ടുണീഷ്യയുടെ മൊറോക്കോ വിളിച്ചായിരിക്കും. നേരത്തെയൊക്കെ എന്തായാലും മൊറോക്കോ ആളുകളെ വിളിച്ചു വരുത്തി കളിപ്പിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്വീഡനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. അപ്പം സ്വീഡനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. സ്വീഡനെ റെപ്രസെൻ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ടുണീഷ്യക്കെതിരെ ഗോൾ അടിക്കാനും ഒക്കെ കഴിഞ്ഞു. ടുണീഷ്യ നാഷണൽ ടീമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വിളിച്ചത് സ്നേഹത്തോടെ നിരാകരിച്ച അദ്ദേഹം ടുണീഷ്യക്കെതിരെ തന്നെ ഗോൾ അടിക്കുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് പുള്ളിക്ക് തോന്നാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഗോൾ അടിച്ച ശേഷം ഫോർഗീവ് ചെയ്യാൻ ആരാധകരോട് പറഞ്ഞത്. ഏതായാലും തൻ്റെ ഹോംലാൻഡിൻ്റെ വേരുകളെ ബഹുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. അപ്പം ഇന്ത്യയിൽ വേരുകളുള്ള ഒരുപാട് വിദേശ താരങ്ങളുണ്ട്. അവരാരും ഇങ്ങനെ വിട്ടുപോകാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ അധികൃതരുടെ മുന്നിൽ ഇനിയുള്ള ടാസ്ക്. ആ ടാസ്ക് അവർ എത്രമാത്രം ഭംഗിയായിട്ട് നിർവഹിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.